സമുദ്രവും സമുദ്രസമ്പത്തും സംരക്ഷിക്കേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് കൂടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൻ്റെ പാരിസ്ഥിതിക ഘടനയെ തകർക്കുന്ന മനുഷ്യന്റെ ഏതിടപെടലിനെയും ചേർത്ത് തോൽപ്പിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ മാത്രമേ മാനവരാശിക്ക് നിലനിൽപ്പുള്ളൂ എന്നത് ചരിത്രമാണ്. സമുദ്രസമ്പത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന മീൻപിടുത്ത സമൂഹം അതിൻ്റെ പാരിസ്ഥിതിക ഘടനയ്ക്ക് ഭംഗം വരുത്താതെ ഉപജീവനം തേടി അതിൻ്റെ ആവാസ മേഖലയെ പരിപാലിച്ച് ഇവിടെ ജീവിതം തള്ളി നീക്കുമ്പോൾ ആ പാരിസ്ഥിതിക ഘടനയെല്ലാം തകിടം മറിക്കുന്ന പുത്തൻ പദ്ധതികളുമായി കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ കടലോരത്തേക്ക് കടന്നു വരുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. കാടും മേടും തകർത്ത കോർപ്പറേറ്റ് ശക്തികൾ കടലിലെ പുതിയ സാധ്യതകൾ തേടി കടലിൻ്റെ മാറ് കീറിമുറിക്കുമാറുള്ള പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ ചേർത്ത് തോൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം കേവലം മീൻപിടുത്ത സമൂഹത്തിൻ്റെ മാത്രമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകമെമ്പാടുമുള്ള സമുദ്രമേഖലയെ തകർക്കുന്ന ഇത്തരം പദ്ധതികൾക്കെതിരെ തീരസമൂഹം തെരുവിലിറങ്ങുമ്പോൾ അവരുടെ സമരങ്ങൾക്ക് ശക്തി പകരുവാൻ പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ ഉത്ഭവകാലം മുതൽ സമുദ്രത്തിൻ്റെ ആവാസ മേഖലയിൽ ജീവിച്ച് ഉപജീവനം നേടുന്ന മനുഷ്യർ ഒരിക്കൽ പോലും അതിൻ്റെ ആവാസ മേഖലയെ തകർക്കുന്ന പദ്ധതികളിൽ ഏർപ്പെട്ടിട്ടില്ല. ഇന്ന് ആ സമൂഹവും ദുരന്തപൂരിതമായ ജീവിതം നയിക്കേണ്ടി വരുന്നത് പൊതുസമൂഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ സാധൂകരിക്കുവാനുള്ള ഏതാനും ചില കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടങ്ങൾ സമുദ്രമേഖലയെ തീർന്നതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളെ വരും കാലഘട്ടത്തിൽ ചേർത്ത് നിൽക്കുവാനുള്ള പോരാട്ടത്തിൻ്റെ മുഖമാകേണ്ടത് തീരസമൂഹമാണെങ്കിലും ആ സമരത്തിന് ശക്തി പകരേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിലുണ്ട്. അത്തരം സമരമുഖങ്ങൾക്കാണ് ദേശീയതലത്തിൽ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറവും സംസ്ഥാന തലത്തിൽ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും KSMDയും നേതൃത്വം കൊടുക്കുന്നത്. ആ സമരമുഖങ്ങള് WFFPക്ക് കരുത്താകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു.